ഹലോ സ്റ്റുഡൻസ്, അനലോഗ് കമ്മ്യൂണിക്കേഷൻ ലാബിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമുക്ക് ചെയ്യാനുള്ളത് ഫിൽറ്റേഴ്സാണ്. നമുക്ക് പാസീവ് ഫിൽറ്റേഴ്സാണ് നമുക്ക് ചെയ്യാനുള്ളത്. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളിലായിട്ട് നമ്മൾ ആംപ്ലിറ്റ്യൂഡ് മോഡുലേഷൻ, അതുപോലെ തന്നെ ട്യൂൺഡ് ആംപ്ലിഫയർ, ഇങ്ങനെയുള്ള സർക്യൂട്ടുകളൊക്കെ നമ്മൾ ചെയ്തു കഴിഞ്ഞു. ഇനിയിപ്പോൾ നമുക്ക് ചെയ്യാനുള്ളത് ഫിൽറ്റേഴ്സാണ്. അപ്പോൾ അതിൽ പാസീവ് ഫിൽറ്റേഴ്സാണ്. അപ്പോൾ അതിൻ്റെ കുറച്ച് കാര്യങ്ങൾ ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ അതിൻ്റെ എയിം ഓഫ് ദ എക്സ്പെരിമെൻ്റ് എന്ന് പറയുന്നത് നമ്മൾ റെഫ് റെക്കോർഡിൽ വേണ്ടതാണ്. എയിം ടു സെറ്റപ്പ് എ ലോ പാസ് ഫിൽറ്റർ, ഹൈ പാസ് ഫിൽറ്റർ ആൻഡ് ബാൻഡ് പാസ് ഫിൽറ്റർ ടു ഫൈൻഡ് ഔട്ട് ദ കട്ട് ഓഫ് ഫ്രീക്വൻസി. അപ്പോൾ ഫിൽറ്ററിൻ്റെ കട്ട് ഓഫ് ഫ്രീക്വൻസി കണ്ടുപിടിക്കുക എന്നുള്ളതാണ്. അപ്പോൾ അതിൻ്റെ എക്യുപ്മെൻറ്റ്സ് അല്ലെങ്കിൽ കമ്പോണൻറ്റ്സ് എന്തൊക്കെയാണ് വേണ്ടതെന്നൊക്കെ നിങ്ങൾ എഴുതി വെക്കണം. ഇതൊക്കെ നമ്മുടെ എക്സ്പെരിമെൻറ്റ് നിങ്ങളുടെ റെഫ് റെക്കോർഡിൽ ഉണ്ടായിരിക്കേണ്ടതാണ്. ഇതൊക്കെ ദെൻ അതിൻ്റെ പ്രിൻസിപ്പിളാണ്. അതിനെപ്പറ്റി എന്താണ് ലോ പാസ് ഫിൽറ്റർ, എന്താണ് ഹൈ പാസ് ഫിൽറ്റർ, എന്താണ് ബാൻഡ് പാസ് ഫിൽറ്റർ. ഇത് ആ പ്രിൻസിപ്പിളും നിങ്ങളെ റെഫ് റെക്കോർഡിൽ ഉണ്ടാവേണ്ടതാണ്. അത് നിങ്ങൾ എഴുതി വെക്കുക. ഞാനത് എക്സ്പ്ലെയിൻ ചെയ്തു തരാം. പിന്നെ അതുമായിട്ട് ബന്ധപ്പെട്ട് എന്താണ് ലോ പാസ് ഫിൽറ്റർ. ലോ പാസ് ഫിൽറ്റർ ഓൺലി അലോസ് ലോ ഫ്രീക്വൻസി സിഗ്നൽസ് ഫ്രം 0 Hz to its cutoff frequency FC. Then the cutoff frequency FC is equal to 1/2π RC. അതിൻ്റെ കട്ട് ഓഫ് ഫ്രീക്വൻസി കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ 1/2π RC എന്നുള്ളതാണ്. അപ്പോൾ നിങ്ങൾക്ക് ഞാനതിൻ്റെ സർക്യൂട്ടിലേക്ക് പോകാം. ഇതിൻ്റെ പ്രൊസീജിയറൊക്കെയാണ്, അത് എങ്ങനെയാണ് ചെയ്യേണ്ടത്, ആ മെത്തേഡാണ് ഞാൻ സർക്യൂട്ടിലേക്ക് പോയിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാം. ഇതാണ് അതിൻ്റെ സർക്യൂട്ട് എന്ന് പറയുന്നത്. ഇതൊരു മുകളിൽ വരച്ചിരിക്കുന്നത് ഒരു ഹൈ പാസ് ഫിൽറ്ററാണ്. പിന്നെ താഴെ വരച്ചിരിക്കുന്നത് എന്താണ്, ഒരു ലോ പാസ് ഫിൽറ്ററാണ്. അപ്പോൾ എന്താണ് ഒരു ഹൈ പാസ് ഫിൽറ്റർ, എന്താണ് ഒരു ലോ പാസ് ഫിൽറ്റർ നിങ്ങൾ ആദ്യം മനസ്സിലാക്കണം. വളരെ ഈസി ആയിട്ടുള്ളൊരു കാര്യമാണത്. നമ്മൾ ഫിൽറ്റേഴ്സ് എന്ന് പറയുന്ന സമയത്ത് നമുക്ക് ഹൈ പാസ് ഫിൽറ്റർ എന്ന് പറഞ്ഞാൽ ഹൈ ഫ്രീക്വൻസി കമ്പൗണ്ട്സിനെ കടത്തിവിടുന്നൊരു സർക്യൂട്ടാണ്. അപ്പോൾ അങ്ങനെ കടത്തിവിടുക എന്ന് പറയുന്ന സമയത്ത് നമുക്ക് ഫ്രീക്വൻസിനെ പറ്റി ഒരു ധാരണ വേണം, എന്താണ് ഫ്രീക്വൻസി എന്നൊക്കെ ഉള്ളത്. അപ്പോൾ ഏറ്റവും നല്ല എക്സാമ്പിൾ എന്ന് പറഞ്ഞാൽ ഫിൽറ്ററിനെ പറ്റി പഠിക്കുന്ന സമയത്ത് ഏറ്റവും നല്ല എന്താണെന്ന് വെച്ചാൽ ഓഡിയോ എടുക്കുക എന്നുള്ളതാണ്. ഓഡിയോ, നമ്മുടെ ശബ്ദമില്ലേ, ഓഡിയോ സൗണ്ടിൻ്റെ ഇലക്ട്രിക്കൽ ഫോമിനെയാണ് നമ്മൾ ഓഡിയോ എന്ന് പറയുന്നത്, അല്ലേ? അപ്പോൾ ഓഡിയോയുടെ ഫ്രീക്വൻസി റേഞ്ച് എത്രയാണെന്ന് നിങ്ങൾക്കറിയാമോ? ഓഡിയോയുടെ ഫ്രീക്വൻസി റേഞ്ച് 20 Hz to 20 kHz ആണ്. 20 Hz മുതൽ 20 kHz വരെയാണ് അതിൻ്റെ ഓഡിയോയുടെ ഫ്രീക്വൻസി കിടക്കുന്നത്. അപ്പോൾ ഫ്രീക്വൻസിയുടെ മാറ്റം വരുന്നതിനനുസരിച്ചിട്ട് ശബ്ദത്തിൻ്റെ ക്വാളിറ്റിയിൽ വ്യത്യാസം വരുന്നുണ്ട്, അല്ലേ? ക്വാളിറ്റി നമ്മൾ കേൾക്കുന്ന സമയത്ത് ഇപ്പോൾ ഒരു ലോ ഫ്രീക്വൻസി സൗണ്ട് എന്താണ്, ഹൈ ഫ്രീക്വൻസി സൗണ്ട് എന്താണ് എന്നൊക്കെ ഒന്ന് മനസ്സിലാക്കണം. എന്നാലും നമുക്ക് ഫിൽറ്ററിനെ പറ്റി പെട്ടെന്ന് മനസ്സിലാക്കാൻ പറ്റും. ഒരു ലോ ഫ്രീക്വൻസിയിലൊരു എക്സാമ്പിൾ പറയാം. മ്യൂസിക്കൽ ഇൻസ്ട്രുമെൻറ്റ്സ് ഒക്കെ എടുക്കുകയാണെങ്കിൽ ലോ ഫ്രീക്വൻസിയിൽ ഉള്ള ലോ ഫ്രീക്വൻസിയിൽ വരുന്ന മ്യൂസിക്കൽ ഇൻസ്ട്രുമെൻറ്റ്സ് എന്ന് പറയുന്നത് നമ്മുടെ തബല, ഡ്രം ഒക്കെ അല്ലേ, അതൊക്കെ ലോ ഫ്രീക്വൻസിയിലാണ് വരുന്നത്. ഇനി അത് ഹൈ ഫ്രീക്വൻസിയിലേക്ക് പോകുമ്പോഴോ, ഹൈ ഫ്രീക്വൻസിയിലൊരു കമ്പൗണ്ട് എന്ന് പറയുന്ന സമയത്ത് നമ്മൾ വളരെ ഷാർപ്പായിട്ട് വരുന്നത്, അതായത് ഇപ്പം വീണ ഒക്കെ ഇല്ലേ, വീണ ഒക്കെ ആ ഒരു ഹൈ ഫ്രീക്വൻസിയിലേക്കാണ് അതിൻ്റെ ഫ്രീക്വൻസി പോകുന്നത്. അപ്പോൾ അതാണ് അതിൻ്റെ ഫ്രീക്വൻസിയിലെ വ്യത്യാസം. ഇപ്പോൾ നമ്മൾ മെയിൽ വോയിസ് എടുക്കുകയാണെങ്കിൽ മെയിൽ വോയിസ് എന്ന് പറഞ്ഞാൽ കുറച്ചുകൂടെ ഒരു ലോ എൻഡിൽ വരുന്നതാണ്. ഒരു മീഡിയം മിഡിലുണ്ടാവുമല്ലോ മെയിൽ വോയിസ് ഒക്കെ. അതേസമയം ഫീമെയിൽ വോയിസ് എന്ന് പറഞ്ഞാൽ കുറച്ചുകൂടെ ഹൈ ഫ്രീക്വൻസിയാണ്. മനസ്സിലായല്ലോ? അപ്പോൾ ആ രീതിയിലാണ് വരുന്നത്. അപ്പോൾ നമുക്ക് ഇതിൻ്റെ ഫിൽറ്ററിൻ്റെ ഒക്കെ ആപ്ലിക്കേഷൻ ഓഡിയോയിലൊക്കെ കുറേ വരുന്നുണ്ട്. നിങ്ങളിപ്പം ബാസ് കൺട്രോൾ, ട്രിബിൾ കൺട്രോൾ, നമ്മുടെ ഓഡിയോ സിസ്റ്റം ഒക്കെ ഇല്ലേ, നിങ്ങൾ വീട്ടിലൊക്കെ ഉപയോഗിക്കുന്ന ഓഡിയോ സിസ്റ്റം, അതിലൊക്കെ ബാസ് കൺട്രോൾ ഉണ്ട്, അല്ലേ? ബാസ് കൺട്രോൾ, ട്രിബിൾ കൺട്രോളൊക്കെ ഉണ്ട്. അപ്പം ബാസ് കൂട്ടുന്ന സമയത്ത് എന്താ നമുക്ക് സംഭവിക്കുക? ബാസ് കൂട്ടുന്ന സമയത്ത് ആ അടി ഉണ്ടല്ലോ, നമ്മുടെ ഡ്രമ്മിൻ്റെയും തബലേൻ്റെ ഒക്കെ അടി കൂടുതൽ ബൂസ്റ്റ് ചെയ്യും, അല്ലേ? അപ്പോൾ അവിടെ അതിൻ്റെ ആവശ്യം എന്താണെന്ന് വെച്ചാൽ നമുക്ക് നമ്മുടെ ഓഡിയോയിൽ വരുന്ന ലോ ഫ്രീക്വൻസിനെ മാത്രമായിട്ട് നമ്മൾ സെപ്പറേറ്റ് ചെയ്തെടുക്കുകയാണ്, ഫിൽറ്റർ ചെയ്തെടുക്കുകയാണ്. എന്നിട്ട് എന്താ ചെയ്യുന്നത്? അതിനെ മാത്രമായിട്ട് ആംപ്ലിഫൈ ചെയ്യുക. ഓക്കെ, അപ്പോൾ അതുകൊണ്ടാണ് നമുക്ക് ആ ബാസ് കൺട്രോൾ കൂട്ടുന്ന സമയത്ത് എന്ത് കൂടുന്നത്? ആ ഡ്രമ്മിൻ്റെ ഒക്കെ സൗണ്ട് കൂടുന്നത്. അതേപോലെ തന്നെ ട്രിബിൾ ആണെങ്കിലോ അത് നേരെ ഡിഫറൻസ് ആയിരിക്കും, അല്ലേ? ആ നല്ല മണിയുന്ന ശബ്ദങ്ങളൊക്കെ നന്നായിട്ട് നമുക്ക് ബൂസ്റ്റ് ചെയ്ത് കിട്ടാൻ പറ്റും. അത് ഒരു ഹൈ പാസ് ഫിൽറ്റർ, അല്ലേ? ഹൈ പാസ് ഫിൽറ്റർ. അപ്പോൾ ഇതാണ് ഫിൽറ്ററിൻ്റെ ഒരു ആപ്ലിക്കേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ ഞാനിന്ന് കാണാം, ഒന്നാമത് വരച്ച ഈ സർക്യൂട്ട് എന്ന് പറയുന്നത് ഒരു ഹൈ പാസ് ഫിൽറ്ററാണ്. ഇതൊരു കപ്പാസിറ്റർ, ഒരു റെസിസ്റ്ററാണ് ഇവിടെ ഉള്ളത്. അപ്പോൾ നിങ്ങൾക്ക് നമ്മളെന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമ്മൾ ഇതിലേക്ക് കൊടുക്കുന്ന ഫ്രീക്വൻസി, ഇതിലേക്ക് നമ്മളൊരു ഫംഗ്ഷൻ ജനറേറ്റർ വെച്ചിട്ട് ഒരു സോഴ്സ് കൊടുക്കും, അല്ലേ? അപ്പോൾ ഇവിടെ നമ്മൾ ഇതിൻ്റെ ഈ സോഴ്സിൽ ഫംഗ്ഷൻ ജനറേറ്ററാണ് ഉപയോഗിക്കുക. ഇതിൻ്റെ ആംപ്ലിറ്റ്യൂഡ് കോൺസ്റ്റൻ്റ് ആക്കി വെക്കും. എന്നിട്ട് എന്ത് ചെയ്യും? ഫ്രീക്വൻസി വേരി ചെയ്യും. ആ ഫ്രീക്വൻസി വേരി ചെയ്യുന്ന സമയത്ത് ഔട്ട്പുട്ട് എങ്ങനെയാണ് വരുന്നത് നോക്കും. ഔട്ട്പുട്ടിൻ്റെ ആംപ്ലിറ്റ്യൂഡാണ് നോക്കുക.
ഔട്ട്പുട്ടിൻ്റെ ആംപ്ലിറ്റ്യൂഡ് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും ഫ്രീക്വൻസി കൂടി കൂടി കൊണ്ടുവരികയാണെങ്കിൽ തുടക്കത്തിലൊന്നും ഇവിടെ ഒന്നും സിഗ്നലൊന്നും ഉണ്ടാവില്ല. ലോ ഫ്രീക്വൻസിയിൽ 1 ഹെർട്സ് 10 ഹെർട്സ് ഒക്കെ കൊടുക്കുന്ന സമയത്ത് ഒന്നും ഉണ്ടാവില്ല. എന്തുകൊണ്ടാണ്? ഇതൊരു കപ്പാസിറ്ററാണ്. കപ്പാസിറ്റർ എന്ന് നിങ്ങൾക്കറിയാം, കപ്പാസിറ്ററിൻ്റെ റിയാക്റ്റൻസ് അല്ലേ? കപ്പാസിറ്റർ എ സിയെ കടത്തിവിടുന്നറിയാം, ഡി സിയെ ബ്ലോക്ക് ചെയ്യുന്നു നിങ്ങൾ പഠിച്ചിട്ടുണ്ടല്ലോ. അതുപോലെ തന്നെ അതിൻ്റെ റിയാക്റ്റൻസ് ഫ്രീക്വൻസിക്ക് അനുസരിച്ച് മാറും. ഫ്രീക്വൻസി കൂടുന്നതിനനുസരിച്ച് റിയാക്റ്റൻസ് കുറഞ്ഞു വരും. അതുകൊണ്ട് ഇത് കടത്തിവിടും. അപ്പോൾ തുടക്കത്തിലൊന്നും ഇത് കടത്തിവിടില്ല. അപ്പോൾ അത് ഡിപ്പെൻഡ് ചെയ്യുന്നത് ഈ സീൻ്റെയും ആറിൻ്റെയും വാല്യൂ ആണ്, ആ കട്ട് ഓഫ് എന്ന് പറയുന്നത്. കട്ട് ഓഫ് ഫ്രീക്വൻസി ഇവിടെ ഗ്രാഫ് നിങ്ങൾക്ക് കാണാം. തുടക്കത്തിൽ ഒന്നും ഔട്ട്പുട്ട് ഇല്ല. പിന്നെ എന്താ സംഭവിക്കുന്നത്? ഫ്രീക്വൻസി കൂടി വരുന്ന സമയത്ത് ഔട്ട്പുട്ട് ഇങ്ങനെ കൂടി വരുന്നുണ്ട് അല്ലേ? പിന്നെ നമ്മുടെ കട്ട് ഓഫ് ഫ്രീക്വൻസിയാണ് ഈ ഡോട്ടഡ് ലൈൻസ് മാർക്ക് ചെയ്തിരിക്കുന്നത്. ഇതൊരു ഏകദേശം ഒരു 1 കിലോഹെർട്സിലാണ് ഞാൻ ഡിസൈൻ ചെയ്തത്. 1K വരുന്ന സമയത്ത് എന്ത് ചെയ്യും? ആംപ്ലിറ്റ്യൂഡ് കൂടി വന്നിട്ട് പിന്നെ അത് മാക്സിമമായി. പിന്നെ ഫ്രീക്വൻസി കൂടിക്കഴിഞ്ഞാൽ എല്ലാത്തിനെയും അപ്പോൾ ഈ കട്ട് ഓഫ് ഫ്രീക്വൻസിക്ക് ശേഷമുള്ളതിനൊക്കെ അത് കടത്തിവിടും നമുക്ക് പറയാൻ പറ്റും. അപ്പോൾ അത് നമുക്ക് ഡിസൈൻ ചെയ്യാം. ആ ഡിസൈൻ ചെയ്യാനുള്ള ഫ്രീക്വൻസി, കട്ട് ഓഫ് ഫ്രീക്വൻസിയുടെ ഇക്വേഷൻ എഫ് ആണ്, FC എന്നാണ് പറയുന്നത്. FC is equal to 1/2πr1C1 ആണ്. അപ്പോൾ ഇവിടെ നിങ്ങൾ R1 C1 എത്രയാണോ എടുക്കുന്നതനുസരിച്ച് നമുക്ക് അതിൻ്റെ കട്ട് ഓഫ് ഫ്രീക്വൻസി നിശ്ചയിക്കാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഇവിടെ ഞാൻ ഡിസൈൻ ചെയ്തിരിക്കുന്ന FC 1 കിലോഹെർട്സ് വെച്ചിട്ടാണ്. എന്നിട്ട് എന്ത് ചെയ്തു? C1 എന്ന് പറയുന്നത് 0.1 കൊടുത്തു. എന്നിട്ട് R1 കണ്ടുപിടിക്കുക. അത് നിങ്ങൾ കണ്ടുപിടിക്കണം. ഓക്കെ, അത് നിങ്ങൾ ഡിസൈൻ ചെയ്യേണ്ടതാണ്. ഈ ഇക്വേഷൻ വെച്ചിട്ട് R1 എത്രയാണ് വാല്യൂ എന്ന് എടുക്കുക. ഇപ്പം ഫോർ എക്സാമ്പിൾ നിങ്ങൾക്ക് കിട്ടിയത് ഒരു സപ്പോസ് ഒരു 1.59 ആണ് കിട്ടിയെന്ന് വിചാരിക്കുക. അങ്ങനെയാണെന്ന് നിങ്ങൾക്ക് അതിന് തൊട്ടടുത്തുള്ള ഒരു സ്റ്റാൻഡേർഡ് വാല്യൂ ഉപയോഗിക്കാം. ഒരു 1.6 ഒക്കെയാണ് ഏകദേശം നമ്മൾ എടുക്കുക. ഇതേപോലെ തന്നെ മറ്റൊരു സർക്യൂട്ടാണ് ലോ പാസ്. ഇത് ഹൈ പാസ് ഫിൽറ്ററാണ്. ഇത് ഹൈ ഫ്രീക്വൻസിനെ കടത്തിവിടുന്നു. ഇനി ഇതെന്താണ്? ഇതൊരു ലോ പാസ് ഫിൽറ്ററാണ്. ലോ പാസ് ഫിൽറ്റർ എന്ത് ചെയ്തു? നമ്മൾ ആറും സി അങ്ങോട്ടും മാറ്റിയിട്ടു. ഇവിടെയാണ് R വരുന്നത്, ഇവിടെ C കൊടുത്തു. അപ്പോൾ ഇവിടെ നിങ്ങൾക്കറിയാം, ഇവിടെ ഫ്രീക്വൻസി നമ്മളിങ്ങനെ ഇവിടെയും നമ്മൾ ഫ്രീക്വൻസി കൂടി കൊണ്ടുവരികയാണ്. നോർമലി ലോ ഫ്രീക്വൻസിയിലൊക്കെയാണെങ്കിൽ ഇവിടെ റെസിസ്റ്റർ മാത്രമേ ഉള്ളൂ. റെസിസ്റ്റർ എന്ത് ചെയ്യും? AC-നെയൊക്കെ കടത്തിവിടും അല്ലേ? ഇവിടെ എന്താണോ ഉള്ളത് അത് ഇപ്പുറത്തേക്ക് നമുക്ക് കിട്ടും. ഇവിടെ നമുക്ക് കൊടുത്തത് മൊത്തം ഇപ്പുറത്തേക്ക് കിട്ടും. അതുകൊണ്ട് തന്നെ നമുക്ക് എന്ത് കിട്ടും? ലോ ഫ്രീക്വൻസി ഒക്കെ ഇവിടെ കിട്ടും. ഇനിയിപ്പോൾ ഫ്രീക്വൻസി കൂടി വരികയാണ്. അങ്ങനെ കൂടി വരുന്ന സമയത്ത് ഒരു പെർട്ടിക്കുലർ നമ്മുടെ കട്ട് ഓഫ് ഫ്രീക്വൻസി എന്ന സമയത്ത് എന്താ സംഭവിക്കുക? ഈ കപ്പാസിറ്റർ റിയാക്റ്റൻസ് എന്ന് പറയുന്നത് എന്താണ്? ഫ്രീക്വൻസി കൂടുന്ന സമയത്ത് കുറയും അല്ലേ? റിയാക്റ്റൻസ് അല്ലേ? XC എന്ന് പറഞ്ഞാൽ 1/2πfC ആണ് അല്ലേ? അപ്പോൾ അത് ഫ്രീക്വൻസി കൂടുന്ന സമയത്ത് റിയാക്റ്റൻസ് വല്ലാണ്ട് കുറയും. അപ്പോൾ കൂടിയൊരു ഫ്രീക്വൻസിയിൽ ഈ കപ്പാസിറ്റർ ഷോർട്ട് സർക്യൂട്ട് പോലെ വർക്ക് ചെയ്യും, ഷോർട്ടായി പോകും. അതായത് ഇവിടെ വരുന്ന സാധനങ്ങൾ ഇവിടെ എത്തും, പക്ഷേ അതെന്ത് ചെയ്ത് നേരെ ഗ്രൗണ്ടിലേക്ക് പോകുന്നതുകൊണ്ട് നമുക്ക് പുറത്തേക്ക് കിട്ടില്ല, കൂടിയ ഫ്രീക്വൻസി. അതുകൊണ്ടാണ് ഇതൊരു ലോ പാസ് ഫിൽറ്ററായിട്ട് വർക്ക് ചെയ്യുന്നത്. ലോ സിഗ്നൽസ് ഒക്കെ നമുക്ക് ഇവിടെ കിട്ടും. ആ സമയത്ത് ഇതിന് റിയാക്റ്റൻസ് ഒന്നും ഉണ്ടാവില്ല. എന്ത് ചെയ്യും? ഇവിടെ വരുന്നതൊക്കെ ഇപ്പുറത്തേക്ക് കിട്ടും. ഇനി ഫ്രീക്വൻസി കൂടിയാലോ ഈ കപ്പാസിറ്റർ ഷോർട്ട് സർക്യൂട്ട് പോലെ വർക്ക് ചെയ്യും. ഓക്കെ, അപ്പോൾ നമുക്ക് പുറത്തേക്ക് കിട്ടില്ല. അതുകൊണ്ടാണ് നമുക്ക് ഇങ്ങനെയൊരു റെസ്പോൺസ് കിട്ടുന്നത്. ലോ ഫ്രീക്വൻസിയിലൊക്കെ നമുക്ക് ഔട്ട്പുട്ട് ഉണ്ട്. ഇനി ഫ്രീക്വൻസി കൂടി വരികയാണ്. ഒരു പെർട്ടിക്കുലർ ഫ്രീക്വൻസി എത്തുന്ന സമയത്ത് ഈ കപ്പാസിറ്റർ റിയാക്റ്റൻസ് കുറഞ്ഞത് ഒരു ഷോർട്ട് സർക്യൂട്ട് പോലെ വർക്ക് ചെയ്യും. അപ്പോഴേക്കും എന്ത് സംഭവിക്കും? നമുക്ക് ഔട്ട്പുട്ടൊന്നും കിട്ടാത്തൊരവസ്ഥ വരും. അപ്പോൾ ഇതാണ് ഒരു ലോ പാസ് ഫിൽറ്റർ. ഇതിൻ്റെയും ഡിസൈൻ ഇക്വേഷൻ, അതിൻ്റെ കട്ട് ഓഫ് ഫ്രീക്വൻസിയുടെ ഇക്വേഷൻ സെയിം ആണ്. എന്താണ്? FC is equal to 1/2πr1C1. R1C1 തന്നെയാണ്, ഈ ആറും സിയും തന്നെയാണ്. അത് നമ്മൾ എന്ത് ചെയ്യുക? C1 ഞാനിവിടെ കുറച്ച് ഡിഫറെൻ്റ് ആയിട്ടുള്ള വാല്യൂ എടുത്ത് 0.001 മൈക്രോഫാരഡ് എടുക്കുക. എന്നിട്ട് R1 കണ്ടുപിടിക്കുക. ഓക്കെ, അപ്പോൾ ആ രീതിയിലാണ് കണ്ടുപിടിക്കേണ്ടത്. ഇനി നമുക്ക് വേണ്ടതെന്ന് വെച്ചാൽ നിങ്ങൾ ഹൈ പാസ് ഫിൽറ്റർ എന്താണ്, ലോ പാസ് ഫിൽറ്റർ എന്താണെന്ന് ഞാൻ പറഞ്ഞു കഴിഞ്ഞു. ഹൈ പാസ് ഫിൽറ്റർ എന്ന് പറഞ്ഞാൽ ഒരു പെർട്ടിക്കുലർ ഫ്രീക്വൻസിക്ക് ശേഷമുള്ള ഫ്രീക്വൻസിയിലൊക്കെ കടത്തിവിടും അല്ലേ? ലോ പാസ് ഫിൽറ്റർ എന്ന് പറഞ്ഞാൽ ഒരു പെർട്ടിക്കുലർ ലിമിറ്റ് വരെ കടത്തിവിടുള്ളൂ. ലോ ഫ്രീക്വൻസീസ് കടത്തിവിടും, അത് കഴിഞ്ഞാൽ പിന്നെ കടത്തിവിടില്ല. ഇനിയിപ്പോൾ എന്താണ് ഒരു ബാൻഡ് പാസ് ഫിൽറ്റർ എന്ന് നോക്കാം. ഒരു ബാൻഡ് പാസ് ഫിൽറ്റർ എന്ന് പറഞ്ഞാൽ സർക്യൂട്ട് ഇതാണ്. നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും, ഞാൻ ആദ്യം തന്നിട്ടുള്ള 2 സർക്യൂട്ടുകൾ കമ്പൈൻ ചെയ്താണ്. ഈ ഒന്നാമത്തെ സ്റ്റേജ് എന്ന് പറയുന്നത് സിയും ആറും എന്താണ്? ഇവിടം വരെ പകുതി, ഇവിടം വരെ എന്താണ്? ഇതൊരു ഹൈ പാസ് ഫിൽറ്ററാണ്. ഓക്കെ, ഹൈ പാസ് ഫിൽറ്റർ അതായത് ഒരു പെർട്ടിക്കുലർ ഫ്രീക്വൻസി, അതായത് എത്രയാണ് ഇവിടെ ഞാൻ എടുക്കുന്നത്? 1 കിലോഹെർട്സ് ആണ് ഇവിടെ എടുത്തിരിക്കുന്നത്. 1 കിലോഹെർട്സിന് വേണ്ടി ഞാനിവിടെ ഡിസൈൻ ചെയ്യുന്നു. അപ്പോൾ 1 കിലോഹെർട്സിനുള്ള ശേഷമുള്ള സിഗ്നലൊക്കെ എന്ത് ചെയ്യും? ഈ RC നെറ്റ്വർക്ക് കടത്തിവിടും. എന്താണ്? ഇതൊരു ഹൈ പാസ് ഫിൽറ്റർ ആയതുകൊണ്ട് 1Kക്ക് ശേഷമുള്ളതൊക്കെ കടത്തിവിടുന്ന രീതിയിലാണ് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. പിന്നെ ഇതെന്താണ്? ഇതൊരു ലോ പാസ് ഫിൽറ്ററാണ്. ഇതൊരു രണ്ടാമത്തെ സ്റ്റേജ് എന്ന് പറഞ്ഞാൽ R2C2 ഇല്ലേ ഇവിടെ? ഈ R2C2 എന്താണ്? ഒരു ലോ പാസ് ഫിൽറ്ററാണ്. ഈ ലോ പാസ് ഫിൽറ്ററിൻ്റെ അപ്പർ കട്ട് ഓഫ് ഫ്രീക്വൻസി അത് ഏതുവരെ പെർമിറ്റ് ചെയ്യും എന്നുള്ളൊരു ലിമിറ്റ് ഉണ്ടാവില്ലേ? ഒരു ലോ പാസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പെർട്ടിക്കുലർ ലിമിറ്റ് വരെ അത് പെർമിറ്റ് ചെയ്യുള്ളൂ. അത് ഞാനൊരു 10 കിലോഹെർട്സ് എടുത്ത് ഡിസൈൻ ചെയ്യുന്നു. ഈ ലോ പാസ് ഫിൽറ്ററിൻ്റെ അപ്പർ കട്ട് ഓഫ് ഫ്രീക്വൻസി, അതായത് പാസ് ചെയ്യുന്നൊരു ഫ്രീക്വൻസി, അതിൻ്റെ കട്ട് ഓഫ് ഫ്രീക്വൻസി ഉണ്ടാവില്ല, അത് എടുക്കുന്നത് 10K ആണ്. അപ്പം അങ്ങനെയാണെങ്കിൽ
അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് കാണാം. അങ്ങനെയാണെങ്കിൽ എന്താ സംഭവിക്കുക? ഇത് രണ്ടും കൂടെ കമ്പൈൻ ചെയ്താൽ ഇതൊരു ബാൻഡ് പാസ് ഫിൽറ്ററായിട്ട് വർക്ക് ചെയ്യും അല്ലേ? അതായത് ഈ ഒരു ഒന്നാമത്തെ നെറ്റ്വർക്ക് എന്ത് ചെയ്യും? 1K ശേഷമുള്ള ഫ്രീക്വൻസികളൊക്കെ കടത്തിവിടും. രണ്ടാമത്തെ ഫിൽറ്ററോ 10K വരെ ഈ രണ്ടാമത്തെ ഫിൽറ്റർ 10K വരെ മാത്രമേ പാസ് ചെയ്യുള്ളൂ. 10 kHz വരെ മാത്രമേ ഉള്ള ഫ്രീക്വൻസികൾ ഇത് പെർമിറ്റ് ചെയ്യുള്ളൂ അല്ലേ? 10K കഴിഞ്ഞാൽ ഇത് വിടില്ല അല്ലേ? അപ്പോൾ രണ്ടും കൂടെ കമ്പൈൻ ചെയ്താൽ എന്താ സംഭവിക്കുക? 1Kക്കും 10K ഇടയിലുള്ള ഫ്രീക്വൻസികൾ എന്ത് ചെയ്യും? ഇത് കടത്തിവിടും. അപ്പോൾ ഇതൊരു ബാൻഡ് പാസ് ഫിൽറ്റർ എന്നാണ് പറയുന്നത്. അപ്പോൾ അതിൻ്റെ റെസ്പോൺസ് എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ഉണ്ടാവാം. അതായത് തുടക്കത്തിൽ എന്ത് ചെയ്യും? നമ്മളിങ്ങനെ ഫ്രീക്വൻസി കൂടി വരികയാണെങ്കിൽ ആംപ്ലിറ്റ്യൂഡ് കൂടി വരും. പിന്നെ നമ്മളൊരു കട്ട് ഓഫ് ഉണ്ടാവും. 1K എന്ന് പറഞ്ഞൊരു കട്ട് ഓഫ് ഇവിടെ നിങ്ങൾക്ക് കാണാം. ഒരു കട്ട് ഓഫ് ഫ്രീക്വൻസി ഇവിടെ ഉണ്ട്. ഇത് 1K ആണ്. 1Kക്ക് ശേഷം പിന്നെ എന്ത് ചെയ്യും? ഏകദേശം ആംപ്ലിറ്റ്യൂഡ് കോൺസ്റ്റന്റ് ആയിരിക്കും, ഇങ്ങനെ പാസ് ചെയ്യും അല്ലേ? പിന്നെ ഇങ്ങനെ കൂടി വന്നിട്ട് ഏകദേശം ഒരു 10K എത്തുന്ന സമയത്തേക്ക് എന്ത് സംഭവിക്കും? പിന്നെ അത് കുറയാൻ തുടങ്ങും അല്ലേ? അപ്പോൾ 1Kക്കും 10K ഇടയിലുള്ള ഫ്രീക്വൻസിയാണ് ഇത് പാസ് ചെയ്യുക. ഇവിടെ ബാൻഡ് വിഡ്ത്ത് ഉണ്ട്. ബാൻഡ് വിഡ്ത്ത് എന്ന് പറഞ്ഞാൽ അപ്പർ കട്ട് ഓഫ് ഫ്രീക്വൻസി മൈനസ് ലോവർ കട്ട് ഓഫ് ഫ്രീക്വൻസിയാണ്. അതായത് ഇവിടെ നിങ്ങൾക്ക് 10K ആണ് ഇവിടെ അപ്പർ കട്ട് ഓഫ് ഫ്രീക്വൻസി എങ്കിൽ കിട്ടുന്നതെങ്കിൽ ഇവിടെ 1K ലോവർ കട്ട് ഓഫ് ഫ്രീക്വൻസി ആണെങ്കിൽ 10K മൈനസ് 1K എന്ന് പറഞ്ഞാൽ 9 kHz ആയിരിക്കും ഇതിൻ്റെ ബാൻഡ് വിഡ്ത്ത് എന്ന് പറയുന്നത്. ഒരു ബാൻഡ് പാസ് ഫിൽറ്ററിന് ഒരു ബാൻഡ് വിഡ്ത്ത് ഉണ്ട്. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഇതിനെപ്പറ്റി പറയാനുള്ളത്. അപ്പോൾ ഇതൊക്കെ പല ആപ്ലിക്കേഷൻസിലാണ്. നിങ്ങൾക്ക് ചില പെർട്ടിക്കുലർ ബാൻഡിന് മാത്രമായിട്ടൊക്കെ നമുക്ക് ഓഡിയോ സിസ്റ്റത്തിലൊക്കെ ഇത് വരുന്നുണ്ട് അല്ലേ? ഓഡിയോ സിസ്റ്റത്തിലൊക്കെ നമുക്ക് വേണമെങ്കിൽ നിങ്ങൾക്ക് പല രീതിയിൽ നമ്മുടെ വോയിസ് മാത്രമായിട്ട് നമുക്ക് കേൾക്കാം. ഒരു പാട്ടിൽ നമ്മൾ ചില സമയത്ത് കരോക്കെ ട്രാക്കൊക്കെ നിങ്ങൾ കേട്ടില്ലേ? കരോക്കെ അവിടെ എന്താ ചെയ്യുന്നത്? നമ്മളെ സിംഗേഴ്സിൻ്റെ ആ വോയിസും അങ്ങ് മ്യൂട്ട് ചെയ്ത് കളയാം, ഒഴിവാക്കുകയാണ്. അവിടെ ബാൻഡ് റിജക്റ്റാണ്, ഇത് ബാൻഡ് പാസ്സാണ്. അപ്പോൾ ഒരു പെർട്ടിക്കുലർ ഇൻസ്ട്രുമെൻ്റിൻ്റെ മ്യൂസിക് മാത്രമായിട്ട് കേൾക്കാൻ പറ്റുക അല്ല, ആ രീതിയിലൊക്കെ നമുക്ക് വേണമെങ്കിൽ സെലക്റ്റീവായിട്ട് ആംപ്ലിഫിക്കേഷൻ നടത്താൻ പറ്റും. കുറേയധികം ഫ്രീക്വൻസികളുണ്ട്. അതിൽ നമുക്ക് ഏതെങ്കിലും ഒരു പെർട്ടിക്കുലർ ഫ്രീക്വൻസി മാത്രമായിട്ട് അല്ലെങ്കിൽ പെർട്ടിക്കുലർ ബാൻഡ് മാത്രമായിട്ട് സെലക്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഇങ്ങനെയുള്ള ബാൻഡ് പാസ് ഫിൽറ്ററുകൾ ഉപയോഗിക്കാൻ പറ്റും. പല ഫീൽഡിൽ ഇതിൻ്റെ ആപ്ലിക്കേഷൻസ് വരുന്നുണ്ട്. ഓക്കെ, ഇനി ഞാനിത് ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ ഞാനിതൊന്ന് സിമുലേറ്റ് ചെയ്യാൻ നോക്കുകയാണ്. PSpiceൽ നമുക്ക് ഇത് സിമുലേറ്റ് ചെയ്യാം. നമ്മുടെ സോഫ്റ്റ്വെയർ ഉണ്ടല്ലോ, സിമുലേഷന് വേണ്ടിയിട്ടുള്ള സോഫ്റ്റ്വെയർ എന്ന് പറഞ്ഞാൽ ഓർക്കാഡിൻ്റെ PSpice എന്ന് പറഞ്ഞതാണ്. അപ്പോൾ അത് ഞാൻ വെച്ചിട്ടൊന്ന് സിമുലേറ്റ് ചെയ്യാൻ നോക്കുകയാണ്. അപ്പോൾ നമുക്ക് സിമുലേറ്റ് ചെയ്യാൻ നോക്കാം. അപ്പോൾ ഡെസ്ക്ടോപ്പാണിത്. ഇതിൽ ഞാൻ എൻ്റെ ഓർക്കാഡ് ക്യാപ്ചർ ലോഡ് ചെയ്യാണ്. ഓർക്കാഡ് ക്യാപ്ചർ ഇവിടെ ലോഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഓക്കെ, ഇതാണ് നമ്മുടെ ഓർക്കാഡ് ക്യാപ്ചർ സിസ് ആണ്. അപ്പോൾ അതിൽ ഇപ്പോൾ വരച്ച് വെച്ചിരിക്കുന്നത് ഒരു ഹൈ പാസ് ഫിൽറ്ററിൻ്റെ സർക്യൂട്ടാണ്. ഹൈ പാസ് അല്ലേ? നിങ്ങൾ കപ്പാസിറ്ററും റെസിസ്റ്ററും കാണാം. ഞാൻ ഡിസൈൻ ചെയ്തിരിക്കുന്നത് ഒരു 1 kHz വേണ്ടിയിട്ടാണ്. 1 kHz വേണ്ടി ഡിസൈൻ ചെയ്ത് കഴിഞ്ഞാൽ 0.1 മൈക്രോഫാരഡ് ഇട്ട് കഴിഞ്ഞാൽ ഏകദേശം ഒരു 1.59 ഒക്കെയാണ് കിട്ടുക. ഞാൻ 1.6K എടുത്തു. ഓക്കെ, ഇനി ഇത് നമുക്ക് റൺ ചെയ്യാനായിട്ട് എന്താ ചെയ്യേണ്ടത് വെച്ചാൽ ഇവിടെ ഒരു സിമുലേഷൻ പ്രൊഫൈൽ ഉണ്ടാക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഒരു സിമുലേഷൻ പ്രൊഫൈൽ ഓൾറെഡി ഇവിടെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ആ സിമുലേഷൻ പ്രൊഫൈൽ നമുക്ക് നോക്കാം. ആ സിമുലേഷൻ ഒരു ക്രിയേറ്റ് ചെയ്ത് വെച്ച സിമുലേഷൻ പ്രൊഫൈലാണ്. അപ്പോൾ അതിൽ സാധാരണഗതിയിൽ എന്താ ചെയ്യുക വെച്ചാൽ AC സ്വീപ്പ്, ഇവിടെ 4 തരത്തിലുള്ള അനാലിസിസ് ഉണ്ട്. സാധാരണഗതിയിൽ നമുക്ക് വേവ് ഫോംസ് ഒക്കെയാണ് വേണ്ടത്. നമ്മൾ എടുക്കുക ടൈം ഡൊമൈനാണ്. ടൈം ഡൊമൈൻ എടുത്തു കഴിഞ്ഞാൽ വേവ് ഫോംസ്, ഇൻപുട്ട് വേവ് ഔട്ട്പുട്ട് വേവ് ഒക്കെ കാണാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ടൈം ഡൊമൈൻ എടുക്കുന്നത്. പിന്നെ DC സ്വീപ്പ് ഉണ്ട്. പക്ഷേ DC സ്വീപ്പ് എന്ന് പറയുന്നത് നമ്മൾ ക്യാരക്ടറിസ്റ്റിക്സ് ഒക്കെ കിട്ടാൻ വേണ്ടിയിട്ടാണ് DC സ്വീപ്പ് എടുക്കുക. അത് ഇൻപുട്ടിൻ്റെ വോൾട്ടേജ് ഇങ്ങനെ DC വോൾട്ടേജ് ഇങ്ങനെ മെല്ലെ കൂട്ടിക്കൊണ്ടുവരിക. അങ്ങനെയുള്ള ഒരു ആപ്ലിക്കേഷനിലൊക്കെയാണ് നമ്മൾ DC സ്വീപ്പ് എടുക്കുക. ഇനി AC സ്വീപ്പാണ് ഇവിടെ എടുക്കേണ്ടത്. AC സ്വീപ്പ് എന്ന് പറഞ്ഞാൽ എന്താ സംഭവിക്കുന്നത്? നമ്മൾ ഇൻപുട്ട് കൊടുക്കുന്ന, ഞാൻ പറഞ്ഞല്ലോ നമുക്ക് ഫ്രീക്വൻസി റെസ്പോൺസ് കർവാണ് വേണ്ടത്. ഫിൽറ്ററിൻ്റെ ഫ്രീക്വൻസി റെസ്പോൺസ് കർവാണ് വേണ്ടത്. ഫ്രീക്വൻസി റെസ്പോൺസ് കർവ് കിട്ടണമെന്നുണ്ടെങ്കിൽ ഇൻപുട്ടിൽ കൊടുക്കുന്ന ഫ്രീക്വൻസി വേരി ചെയ്യണം. ഇൻപുട്ടിൻ്റെ ആംപ്ലിറ്റ്യൂഡ് കോൺസ്റ്റൻ്റ് ആക്കി വെച്ചുകൊണ്ട് ഫ്രീക്വൻസി എന്ത് ചെയ്യണം? വേരി ചെയ്യണം. അപ്പോൾ അങ്ങനെ വേരി ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? AC സ്വീപ്പ് എന്ന് പറയുന്ന അനാലിസിസ് ടൈപ്പ് എടുക്കണം. അതിനുശേഷം ലോഗരിതമിക് ആയിട്ടാണ് നമ്മൾ വേരി ചെയ്യുന്നത്. സ്റ്റാർട്ട് ഫ്രീക്വൻസി ഞാൻ കൊടുത്തു 10 Hz കൊടുത്തു. ഇത് 10 Hz ആണ്. എൻഡ് ഫ്രീക്വൻസി 100 kHz കൊടുത്തു. 100 kHz വരെ വേരി ചെയ്യട്ടെ. അതായത് 10 Hz മുതൽ 100 kHz വരെ ഇത് വേരി ചെയ്യും. പിന്നെ പോയിൻറ്റ്സ് പെർ ഡിക്കേഡ്, എത്ര സ്റ്റെപ്സ് ഇൻക്രീസ് ചെയ്യണം എന്നുള്ളതാണ്. അത് 10 ആണ് കൊടുത്തത്. ഇത് ഓക്കെ അടിക്കുക. അപ്പോൾ സിമുലേഷൻ പ്രൊഫൈൽ കൊടുത്തു കഴിഞ്ഞു. ഇനിയിപ്പോൾ എനിക്ക് ഔട്ട്പുട്ടിൻ്റെ വേവ് ഫോം, ഞാൻ വരയ്ക്കുന്ന ഗ്രാഫ് എന്ന് പറഞ്ഞാൽ എക്സ് ആക്സിൽ ഫ്രീക്വൻസി, ലോഗരിതമിക്കായുള്ള ഫ്രീക്വൻസി ആയിരിക്കും ഉണ്ടാവുക. Y ആക്സിൽ എനിക്ക് വോൾട്ടേജ് ആണ് വേണ്ടത് വിചാരിക്കാം. Y ആക്സിൽ നമ്മൾ പല രീതിയിൽ എടുക്കാം. Y ആക്സിൽ വേണമെങ്കിൽ ഗെയിൻ എടുക്കാം, വോൾട്ടേജ് എടുക്കാം, എന്ത് വേണേൽ ചെയ്യാം നമുക്ക്. അപ്പോൾ ഇവിടെ ഞാൻ വോൾട്ടേജ് ആണ് എടുക്കുന്നതെങ്കിൽ ഞാൻ എന്താ ചെയ്യുക വെച്ചാൽ ഇവിടെ വോൾട്ടേജ് ലെവൽ മാർക്കർ ഉണ്ട്. ഈ വോൾട്ടേജ് ലെവൽ മാർക്കർ എടുക്കുക. അതിനുശേഷം അത് എനിക്കിവിടെ കണക്ട് ചെയ്യാം. വോൾട്ടേജ് ലെവൽ മാർക്കർ ഇവിടെ ഔട്ട്പുട്ട് ഇവിടെയാണല്ലോ, അവിടെ കൊടുത്തു.
ദെൻ ഞാൻ റൺ ചെയ്യിക്കാൻ പോവാണ്. റൺ ചെയ്ത് നോക്കാം എങ്ങനെയാണ് വേവ് ഫോം കിട്ടുമെന്ന് നോക്കാം. റൺ സ്പീസ് ആണ്. അപ്പോൾ റൺ ചെയ്യുന്ന സമയത്ത് ഇവിടെ എറേഴ്സ് ഒന്നും ഇല്ലെങ്കിൽ ഇവിടെ ഒരു വേവ് ഫോം ഇവിടെ വരുന്നുണ്ട്. ഇവിടെ ഈ വിൻഡോ നോക്കുക നിങ്ങൾക്ക്. ഓക്കെ, അപ്പോൾ ഗ്രാഫ് നമുക്ക് കിട്ടി. ആ ഗ്രാഫിൽ ഇവിടെ നിങ്ങൾക്ക് കാണാം 10 ഹെർട്സ് മുതലല്ലേ ഞാൻ കൊടുത്തത്. 10 ഇവിടെ കാണാം, പിന്നെ 100 ഇവിടെ കാണാം, 1K ഇവിടെ കാണാം, 10K, 100K. ഇത് ലോഗരിതമിക് എന്ന് പറയാൻ കാരണം വെച്ചാൽ 10 എന്ന് പറഞ്ഞ ലോഗ് 10 കഴിഞ്ഞാൽ 10ൻ്റെ ലോഗ് എടുക്കുകയാണെങ്കിൽ 1 ആണ് കിട്ടുക. 1, 2 അല്ലേ. 100 ഹെർട്സിൻ്റെ ലോഗ് എടുക്കുകയാണെങ്കിൽ 2 ആണ്. ഇത് 2 ആയിരിക്കും. ഇവിടെ 2 ലോഗ് എഫ് ആണെങ്കിൽ ഇവിടെ. അപ്പോൾ ലോഗ് എഫിന് ഇക്വലൻ്റ് ആണിത്. 100 ഹെർട്സ് ആണ് ഇവിടെ. ഇത് 1K എന്ന് പറഞ്ഞാൽ 3 ആണ് വരിക അല്ലേ. ലോഗ് 1000ൻ്റെ ലോഗ് എടുക്കുകയാണെങ്കിൽ 3 ആണ് കിട്ടുക. അപ്പോൾ 3ാമത്തെ പോയിന്റ് ഇവിടെ ആയിരിക്കും, 4ാമത്തെ പോയിന്റ് ഇവിടെ ആയിരിക്കും, 5ാമത്തെ പോയിന്റ്. നേരെ അവർ ഫ്രീക്വൻസി തന്നെ ഇവിടെ മാർക്ക് ചെയ്തു. കുറച്ചുകൂടെ മനസ്സിലാക്കാൻ വേണ്ടി ഫ്രീക്വൻസി തന്നെ മാർക്ക് ചെയ്തു എന്നേ ഉള്ളൂ. 1K. ഓക്കെ, പിന്നെ ഔട്ട്പുട്ട് എന്താ ഉണ്ടാവുക? വൈ എക്സിൽ എന്താ ഉള്ളത്? ഔട്ട്പുട്ട് വോൾട്ടേജ് അല്ലേ. അത് 0 മുതൽ 1 വോൾട്ട് വരെ ഇവിടെ കാണുന്നുണ്ട്. അപ്പോൾ ഇതാണ് ഗ്രാഫ് കിട്ടുക. ഞാൻ പറഞ്ഞല്ലോ ഇങ്ങനെ ഇൻപുട്ടിൽ ലോ ഫ്രീക്വൻസിയിൽ ഔട്ട്പുട്ട് ഉണ്ടാവില്ല. എന്ത് ചെയ്യും? പിന്നെ ഫ്രീക്വൻസി കൂട്ടുന്നതനുസരിച്ച് ഔട്ട്പുട്ടിൻ്റെ ആംപ്ലിറ്റ്യൂഡ് കൂടിയിട്ട് പിന്നെ അത് കോൺസ്റ്റൻ്റ് ആവുകയാണ്. ഇനി ഇവിടെ കട്ട് ഓഫ് ഫ്രീക്വൻസി എങ്ങനെയാണ് കണ്ടുപിടിക്കുക എന്നുള്ളൊരു ചോദ്യമുണ്ട്. കട്ട് ഓഫ് ഫ്രീക്വൻസി ഇത് ശരിക്കും പറഞ്ഞാൽ നമുക്ക് വൈ ആക്സിൽ വേണമെങ്കിൽ ഗെയിന് വോൾട്ടേജ് ഗെയിനൊക്കെ എടുക്കുകയാണെങ്കിൽ വോൾട്ടേജ് ഗെയിൻ ഡെസിബലിലൊക്കെ എടുക്കാം. വോൾട്ടേജ് ഗെയിൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ഔട്ട്പുട്ട് വോൾട്ടേജ് ഡിവൈഡഡ് ബൈ ഇൻപുട്ട് വോൾട്ടേജ്, V0/Vi. അതാണ് ഗെയിൻ എന്ന് പറയുന്നത്. അതിൻ്റെ 20 log V0/Vin എടുക്കുകയാണെങ്കിൽ അതിനെയാണ് നമ്മൾ ഡെസിബൽ എന്ന് പറയുക. അത് വേണമെങ്കിൽ ഇവിടെ മാർക്ക് ചെയ്യാം. അപ്പോൾ അത് ഇവിടെ നമ്മൾ അങ്ങനെയല്ല മാർക്ക് ചെയ്ത്, ഇവിടെ നേരിട്ട് വോൾട്ടേജും കൊടുത്താണ്. ഔട്ട്പുട്ട് വോൾട്ടേജ് നേരെ കൊടുക്കുക ചെയ്ത്. ഇവിടെ ഡെസിബൽ ആണെങ്കിൽ ഇവിടുന്ന് നിങ്ങൾ മാക്സിമം കിട്ടുന്ന ഒരു ഗെയിൻ ഉണ്ടാവില്ല. അവിടുന്ന് ഒരു 3 dB താഴത്തേക്ക് ഒരു പോയിന്റ് ഇവിടെ കിട്ടും. 3 dB താഴത്തേക്ക് കൊണ്ടുവരിക. അവിടുന്ന് എന്ത് ചെയ്യുക? നിങ്ങളൊരു പോയിന്റ് ഇങ്ങനെ മാർക്ക് ചെയ്യുക, ഒരു ലൈൻ ഇങ്ങനെ മാർക്ക് ചെയ്യുക, വൈ ആക്സിന് പാരലൽ. അതിവിടെ കട്ട് ചെയ്യുമല്ലോ. ആ കട്ട് ചെയ്യുന്ന പോയിന്റ് നേരെ വരുന്നതായിരിക്കും കട്ട് ഓഫ് ഫ്രീക്വൻസി, -3 dB പോയിന്റ്. അല്ലെങ്കിൽ ഇവിടെ നമ്മളിപ്പം വോൾട്ടേജാണ് മാർക്ക് ചെയ്യുന്നത്, നേരിട്ട് ഔട്ട്പുട്ട് വോൾട്ടേജ് എടുത്തത് കൊണ്ട് ഡെസിബലൊന്നും ഇല്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് നമ്മൾ എന്താ ചെയ്യുക വെച്ചാൽ ഇവിടെ കിട്ടുന്ന മാക്സിമം വോൾട്ടേജ് ഇല്ലേ, ആ മാക്സിമം വോൾട്ടേജ് നമ്മൾ 0.707 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. 0.7 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. ഏകദേശം 3 dB പോയിന്റ് തന്നെയാണ് കിട്ടുക. 0.7 കൊണ്ട് വോൾട്ടേജ് ആണെങ്കിൽ ഏകദേശം 0.7 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ ഈ 1നെ 0.7 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. അപ്പോൾ എത്രയാണ്? 1 × 0.7 എത്രയായിരിക്കും? 0.7 തന്നെയല്ലേ കിട്ടുക. അപ്പോൾ 0.7 നേരെ നോക്കി. ഇത് 0.5 അല്ലേ? 0.5, 0.6, 0.7, 0.8, 0.9 ഇങ്ങനെ വരുന്നത് 1 ആവുന്നത് അല്ലേ. 0.5നും 1നിടയ്ക്ക് 1, 2, 3, 4, 5 ഡിവിഷനാണ്. അപ്പോൾ എന്തായിരിക്കും? ഒരു ഡിവിഷൻ എത്രയായിരിക്കും? 0.1 ആയിരിക്കും. അതുകൊണ്ട് ഇത് 0.5 ആണ്, ഇത് 0.6 ആണ്, ഇത് 0.7 ആണ്. 0.7 ഇങ്ങനെ നോക്കുക, ഈ ലൈൻ നോക്കുക. ഈ ലൈൻ ഇവിടെ കട്ട് ചെയ്യുന്നുണ്ട് അല്ലേ. ഇത് നേരെ വരുന്നത് എത്രയാണ്? 1 kHz ആണ് അല്ലേ. അപ്പോൾ ഇവിടെ കട്ട് ഓഫ് ഫ്രീക്വൻസി എത്രയാണ്? 1K. ഇത് നമ്മൾ ഗ്രാഫിൽ നിന്നാണ് കണ്ടുപിടിക്കേണ്ടത്. ഇപ്പോൾ സിമുലേഷൻ ആയതുകൊണ്ട് ഇവിടെ നിങ്ങൾക്ക് 1 kHz കട്ട് ഓഫ് കിട്ടും, ലോവർ കട്ട് ഓഫ് ഫ്രീക്വൻസി. ഇതൊരു ഹൈ പാസ് ഫിൽറ്റർ ആണ്. അതിൻ്റെ ലോവർ കട്ട് ഓഫ് ഫ്രീക്വൻസി എന്നാ പറയുക. കട്ട് ഓഫ് ഫ്രീക്വൻസി എത്രയാണ്? 1 kHz. ഇത് ലോഗ് എഫ്, ഇവിടെ ചിലപ്പോൾ ലോഗ് എഫിലായിരിക്കും മാർക്ക് ചെയ്യുന്നുണ്ടാവുക. ലോഗ് എഫ് ആണെങ്കിൽ എങ്ങനെയായിരിക്കും ഉണ്ടാവുക? ഈ 10ൻ്റെ സ്ഥാനത്ത് ഉണ്ടാവുക 1 ആയിരിക്കും ഉണ്ടാവുക. പിന്നെ 100ൻ്റെ സ്ഥാനത്ത് 2 ആണ് ഉണ്ടാവുക. 1Kൻ്റെ സ്ഥാനത്ത് എന്താ ഉണ്ടാവുക? 3 ആണ് ഉണ്ടാവുക. അപ്പോൾ ഇവിടെ നിന്ന് നേരെ കിട്ടുക നമുക്ക് ലോഗ് എഫ് ആയിരിക്കും, 3 ആയിരിക്കും കിട്ടുക. 3ൻ്റെ ആൻറ്റി ലോഗ് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് 1 kHz കിട്ടും. അപ്പം കട്ട് ഓഫ് ഫ്രീക്വൻസി എന്ന് പറഞ്ഞാൽ 1 kHz ആണ്. ഓക്കെ, ഇനി ഞാനൊന്ന് അടുത്ത സർക്യൂട്ട്, അതായത് ലോ പാസ് ഇപ്പം ചെയ്ത് കഴിഞ്ഞു, ഹൈ പാസ് ഫിൽറ്റർ ഉണ്ടല്ലോ, അതൊന്ന് ഞാൻ സിമുലേറ്റ് ചെയ്യാൻ നോക്കാം. അപ്പോൾ നമുക്ക് ഇതൊരു ഹൈ പാസ്, നമ്മളിപ്പം ചെയ്തത് ഹൈ പാസ് ഫിൽറ്ററാണ് നമ്മളിപ്പോൾ ചെയ്തത്. ഇനി ഞാൻ അതിൻ്റെ ലോ പാസ് സെക്ഷൻ ഉണ്ട്, ലോ പാസ് സെക്ഷൻ ഇതൊരു ലോ പാസ് ഫിൽറ്ററാണ്. സിയും ആറും അങ്ങോട്ടും ഇങ്ങോട്ടും ചേഞ്ച് ചെയ്തു അല്ലേ. ആറിൻ്റെ സ്ഥാനവും സിൻ്റെ സ്ഥാനവും പരസ്പരം മാറ്റി. അപ്പോൾ നമുക്കത് കിട്ടുന്നത് എന്താണ്? ഒരു ലോ പാസ് ഫിൽറ്ററാണ്. ഈ ലോ പാസ് ഫിൽറ്റർ ഡിസൈൻ ചെയ്തിരിക്കുന്നത് കട്ട് ഓഫ് ഫ്രീക്വൻസി എന്ന് പറഞ്ഞാൽ 10 kHz ആണ് അല്ലേ. ലോ പാസിൻ്റെ കട്ട് ഓഫ് നമുക്ക് വേണ്ടത് 10K ആണ്. നമുക്ക് 1Kക്കും 10Kക്കും ഇടയിലാണ് ബാൻഡ് കിട്ടുന്നത്. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഡിസൈൻ ചെയ്യാൻ പോകുന്നത് 10Kയിൽ കട്ട് ഓഫ് വരുന്ന ഒരു ലോ പാസ് ഫിൽറ്ററാണ്. ഇതിൻ്റെ മീനിങ് എന്താണ്? 10K വരെയുള്ള എല്ലാ ഫ്രീക്വൻസിയെ ഇത് കടത്തി വിടും. 10K കഴിഞ്ഞാൽ പിന്നെ കടത്തി വിടില്ല, അത് കുറഞ്ഞ് വരും അല്ലേ, ആംപ്ലിറ്റ്യൂഡ് കുറഞ്ഞു വരും. ഓക്കെ, പിന്നെ ഇവിടെ കൊടുക്കുന്നത് VAC ആണ്. ഇവിടെ സോഴ്സായിട്ട് നമ്മൾ കൊടുക്കുക VAC ആണ്. അത് ശ്രദ്ധിക്കണം. നിങ്ങൾ ചെയ്ത് നോക്കുകയാണെങ്കിൽ സ്പൈസിൽ എടുക്കുന്ന സമയത്ത് 2 തരത്തിലുള്ള സൈൻ എടുക്കാം, നമുക്ക് സൈൻ വേവുകൾ എടുക്കാം. സാധാരണ ഇതിൽ വേവ് ഫോംസ് ഒക്കെയാണ് വേണ്ടതെങ്കിൽ നമ്മൾ V സൈൻ എന്നും പറഞ്ഞാൽ കൊടുക്കുക. പക്ഷേ ഇവിടെ ഞാൻ എടുത്തത് VAC ആണ്. VAC ആണ് നമ്മൾ സാധാരണ ഫ്രീക്വൻസി റെസ്പോൺസ് കർവിന് വേണ്ടി എടുക്കാം. നേരത്തെ പറയാൻ വിട്ടുപോയതാണ്. അപ്പോൾ ശരി,
അപ്പോൾ നമുക്ക് എങ്ങനെയാണ് സിമുലേഷൻ നോക്കാം. ഞാനിവിടെ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമ്മൾ എന്ത് ചെയ്യണം, ഏത് സർക്യൂട്ട് വരച്ചാലും നമ്മൾ എന്ത് ചെയ്യണം, ഒരു സിമുലേഷൻ സെറ്റിങ്സ് കൊടുക്കാനുണ്ട്. സിമുലേഷൻ സെറ്റിങ്സ് ചെയ്യാനെന്ന് നോക്കാം. നേരത്തെ കൊടുത്തു വെച്ചതുകൊണ്ട് ആ സെറ്റിങ്സ് ഇവിടെ ഉണ്ട്. സ്റ്റാർട്ട് ഫ്രീക്വൻസി 100K ആണ്. ഇവിടെ SU സ്വീപ്പ് ആണ് സെലക്ട് ചെയ്തിരിക്കുന്നത്. എൻഡ് ഫ്രീക്വൻസി 100K ആണ്. പിന്നെ അതേപോലെ തന്നെ പോയിന്റ്സ് പെർ ഡീക്കേഡ് 10 ആണ്. ഓക്കെ, അത് ഓക്കെ പ്രസ് ചെയ്യാം. അതിന് ശേഷം ഇവിടെ ഒരു വോൾട്ടേജ് മാർക്കർ വേണമല്ലോ. വോൾട്ടേജ് ലെവൽ മാർക്കർ നിങ്ങൾക്ക് ഇവിടെ കാണാം. ആ വോൾട്ടേജ് ലെവൽ മാർക്കർ ഞാൻ എടുക്കുന്നു. അതേ വോൾട്ടേജ് ലെവൽ നമുക്ക് ഇവിടെ കൊടുക്കാം. ഔട്ട്പുട്ട് വോൾട്ടേജ് ആണ് എനിക്ക് വേണ്ടത് അല്ലേ. എസ്കേപ്പ് അടിക്കുക, അത് പോയി. ദെൻ എന്താ ചെയ്യേണ്ടത്, ദെൻ റൺ സ്പൈസ്, ക്ലിക്ക് ദിസ് ബട്ടൺ. അപ്പോൾ ഞാനിത് റൺ ചെയ്യിക്കുകയാണ്. അപ്പോൾ നമുക്ക് എന്താ വരുന്നത് നോക്കാം. അപ്പോൾ റൺ ചെയ്യുന്ന സമയത്ത് ഒരു ഓക്കെ, ആ ഗ്രാഫ്, പുതിയൊരു ഗ്രാഫ് വന്നിട്ടുണ്ട് ഇവിടെ. അപ്പോൾ ഇത് ഒരു ലോ പാസ് ഫിൽറ്ററിൻ്റെ ഗ്രാഫാണ് അല്ലേ. ലോ ഫ്രീക്വൻസി നിങ്ങൾക്ക് ഇവിടെ കാണാം. ലോ ഫ്രീക്വൻസിയിലൊക്കെ ഇവിടെ എന്തുണ്ട്, ഗെയിൻ ഉണ്ട് അല്ലേ, ഔട്ട്പുട്ട് ഉണ്ട്. പിന്നെ ഫ്രീക്വൻസി കൂടുന്നതിനനുസരിച്ച് എന്ത് ചെയ്യുന്നു, ഏകദേശം 10K ഉണ്ടല്ലോ ഇവിടെ, അത് 10K. ഇത് ഇങ്ങനെ ഗ്രാഫ് എക്സ് ഫ്രീക്വൻസിയാണ് വരുന്നത് അല്ലേ. അപ്പോൾ ഏകദേശം ഒരു 10K ഒക്കെ എത്തുന്ന സമയത്തേക്ക് കുറയാൻ തുടങ്ങി അല്ലേ. 10K എത്തി, 30K ഒക്കെ എത്തുന്ന നന്നായിട്ട് കുറഞ്ഞു. 100K പിന്നെ ഇല്ല, അങ്ങോട്ടേക്ക് പോകുന്ന സമയത്ത് ഔട്ട്പുട്ട് വോൾട്ടേജ് വളരെ കുറഞ്ഞു പോയി. അപ്പോൾ ഇവിടെയും നേരത്തെ പറഞ്ഞ പോലെ തന്നെ കട്ട് ഓഫ് ഫ്രീക്വൻസി കണ്ടുപിടിക്കാം. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെയാണ്. എക്സ് ആക്സിൽ സാധാരണ ഇതിൽ ശരിക്കും ഗ്രാഫ് വരയ്ക്കുന്ന സമയത്ത് ലോഗ് എഫും അതേപോലെ തന്നെ വൈ ആക്സിൽ ഗെയിൻ ഇൻ dB ആണ് എടുക്കുക. അപ്പോൾ ഇവിടെ എടുത്തിരിക്കുന്നത് ലോഗരിതമിക്, എക്സ് ആക്സിൽ ലോഗരിതമിക് തന്നെയാണ്. പക്ഷേ ലോഗരിതമിക് ആണെങ്കിലും നേരിട്ട് ഫ്രീക്വൻസിയാണ് എഴുതി വെച്ചത്. 10 Hz, 100 Hz, 1 kHz അങ്ങനെ ലോഗരിതമിക് ആയിട്ട് എഴുതി വെച്ചു എന്നേ ഉള്ളൂ. 10 Hz എന്ന് വെച്ചാൽ 1ൻ്റെ സ്ഥാനത്താണ്. 10ൻ്റെ ലോഗ് എടുത്തു കഴിഞ്ഞാൽ 1 ആണ് കിട്ടുക അല്ലേ. 100ൻ്റെ എടുത്തു കഴിഞ്ഞാൽ 2 ആണ് കിട്ടുക. 1Kൻ്റെ എടുത്തു കഴിഞ്ഞാൽ 3 ആണ് കിട്ടുക. 10Kൻ്റെ 1Kൻ്റെ അടുത്ത് 3 ആണ് കിട്ടുക. 10Kൻ്റെ ലോഗ് എടുത്തു കഴിഞ്ഞാൽ 10 kHz അല്ലെങ്കിൽ 10,000ൻ്റെ ലോഗ് എടുത്തു കഴിഞ്ഞാൽ 4 ആണ് കിട്ടുക അല്ലേ. അങ്ങനെ നമുക്ക്, അപ്പോൾ ഇത് ലോഗരിതമിക്കാന്ന് നമുക്ക് പറയാം. ഓക്കെ, ഇനി നമുക്ക് എങ്ങനെയാണ് ഇതിൻ്റെ കട്ട് ഓഫ് ഫ്രീക്വൻസി കണ്ടുപിടിക്കുക എന്ന് പറഞ്ഞാൽ, കട്ട് ഓഫ് ഫ്രീക്വൻസി എന്ന് പറയുന്ന സമയത്ത് ഇവിടെ മാക്സിമം ഗെയിൻ വോൾട്ടേജ് കിട്ടുന്ന ഒരു വാല്യൂ ഇല്ലേ, 1 വോൾട്ടാണ്. ഈ 1നെ ഞാൻ പറഞ്ഞു അതിൻ്റെ 0.707 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം, അല്ലെങ്കിൽ 0.7 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. അപ്പോൾ നമുക്ക് ആ കട്ട് ഓഫ് ഫ്രീക്വൻസി കിട്ടും. അപ്പോൾ 1നെ 0.7 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ എത്ര കിട്ടുക, 0.7 തന്നെ കിട്ടുക അല്ലേ. ഇത് 0.5 ആണ്, 0.6 ആണ്, 0.7. അപ്പോൾ ഈ ലൈൻ നിങ്ങൾ ഞാൻ നോക്കുക. ഇവിടുന്ന് ഒരു ലൈൻ പ്രൊജക്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് ചെയ്യും, ഈ കർവിനെ ഇവിടെ കട്ട് ചെയ്യും അല്ലേ, ഇവിടെ ഒരു പോയിന്റിൽ കട്ട് ചെയ്യും. ഈ കട്ട് ചെയ്യുന്ന നേരെ വരുന്ന ഫ്രീക്വൻസി എത്രയാണെന്ന് നോക്കുക. അപ്പോൾ അത് നിങ്ങൾക്ക് കാണാം 10 kHz ആണ് അല്ലേ, 10 kHz ആണ്. അതുകൊണ്ട് നമുക്ക് എന്ത് പറയാം, ഈ ലോ പാസ് ഫിൽറ്ററിൻ്റെ കട്ട് ഓഫ് 10 kHz ആണെന്ന് പറയാം. ഈ ഗ്രാഫാണ് നമുക്ക് നിങ്ങളെ റഫ് റെക്കോർഡിലൊക്കെ വരച്ച് വെക്കേണ്ട ഗ്രാഫ്. ഇങ്ങനെയുള്ളൊരു ഗ്രാഫാണ് വരയ്ക്കേണ്ടത്. ഓക്കെ, ഇനി നമുക്ക് ഇതിൽ നിന്നൊരു ബാൻഡ് പാസ് ഫിൽറ്ററും കൂടെ ഉണ്ട്. ഞാൻ ആ ബാൻഡ് പാസ് ഫിൽറ്ററും കൂടെ ഞാൻ ഇതിൻ്റെ കൂടെ തന്നെ കാണിച്ചു തരാം. ഇതൊരു ബാൻഡ് പാസ് ഫിൽറ്ററിൻ്റെ സർക്യൂട്ടാണ്. ഞാൻ നേരത്തെ പറഞ്ഞ ആദ്യത്തെ 2 സർക്യൂട്ടുകൾ കമ്പൈൻ ചെയ്യാണ് ചെയ്തത്. ഒന്നാമത്തെ സർക്യൂട്ട് എന്ന് പറയുന്നത്, ഒന്നാമത്തേത് എന്താണ്, ഇതൊരു ഹൈ പാസ് ഫിൽറ്റർ അല്ലേ. ആദ്യം ഞാൻ ചെയ്ത് കാണിച്ച സർക്യൂട്ട് ഹൈ പാസ് ഫിൽറ്റർ 0.1ഉം 1.6Kയും കൂടെ വെച്ചിട്ട് ഒരു ഹൈ പാസ് ഫിൽറ്റർ ഉണ്ടാക്കി. അപ്പോൾ അതിൻ്റെ കട്ട് ഓഫ് ഫ്രീക്വൻസി എത്രയായിരുന്നു, 1 kHz ആണ് കൊടുത്തത്. അപ്പോൾ 1Kക്ക് ശേഷമുള്ള എല്ലാ ഫ്രീക്വൻസികളെയും എന്ത് ചെയ്യും, ഈ സർക്യൂട്ട് കടത്തിവിടും അല്ലേ. 1Kക്ക് ശേഷമുള്ള ഫ്രീക്വൻസികളെ കടത്തിവിടും. ഇനി രണ്ടാമത്തെ സർക്യൂട്ട് എന്ന് പറയുന്നത് ഇതൊരു ലോ പാസ് ഫിൽറ്ററാണ്. ഈ ലോ പാസ് ഫിൽറ്റർ എന്താ ചെയ്യുക, ഇതിൻ്റെ കട്ട് ഓഫ് ഫ്രീക്വൻസി ഞാൻ ഡിസൈൻ ചെയ്തിരിക്കുന്നത് എത്രയ്ക്കാണ്, 10 kHz വേണ്ടിയിട്ടാണ്. ഇത് നമ്മൾ മുമ്പ് ചെയ്തതാണ് അല്ലേ. അപ്പോൾ 10K വരെയുള്ള ഫ്രീക്വൻസി ഇത് കടത്തിവിടും, 10Kക്ക് ശേഷം കടത്തിവിടില്ല. അപ്പോൾ ഒന്നാമത്തെ സർക്യൂട്ട് 1Kക്ക് ശേഷമുള്ള കടത്തിവിടും, രണ്ടാമത്തെ സർക്യൂട്ട് 10K വരെ മാത്രമേ പെർമിറ്റ് ചെയ്യുള്ളൂ. അപ്പോൾ എന്തായിരിക്കും നമുക്ക് കിട്ടുക, 10Kക്കും 1Kക്കും ഇടയിലുള്ള ഫ്രീക്വൻസികൾ മാത്രം എന്ത് ചെയ്യും, ഈ ഒരു സർക്യൂട്ട് പാസ് ചെയ്യും അല്ലേ. അതുകൊണ്ടാണ് ഇതൊരു ബാൻഡ് പാസ് ഫിൽറ്റർ ആവുന്നത്. 10Kക്കും 1Kക്കും ഇടയിലുള്ള ഫ്രീക്വൻസികളെ കടത്തിവിടുന്നതുകൊണ്ട് അതിൻ്റെ ഒരു ബാൻഡ് വിഡ്ത്ത് ഉണ്ടാവും അല്ലേ. അപ്പർ കട്ട് ഓഫ് 10Kയും ലോവർ കട്ട് ഓഫ് കിട്ടുക 1K ആണ്. അപ്പോൾ 10K - 1K ആയിരിക്കും അതിൻ്റെ ബാൻഡ് വിഡ്ത്ത് എന്ന് പറയുന്നത്. ഈ ഒരു ബാൻഡ് പാസ് ഫിൽറ്ററിൻ്റെ ബാൻഡ് വിഡ്ത്ത് എന്ന് പറയുന്നത് 9 kHz ആയിരിക്കും. അപ്പോൾ ഇതെങ്ങനെയാണ് വർക്ക് ചെയ്യുക നമുക്ക് നോക്കാം. ഇത് ഡിസൈൻ ചെയ്തിട്ടുള്ള വാല്യൂസാണ് ഇട്ടിരിക്കുന്നത്. ഇവിടെ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമ്മൾ എന്ത് ചെയ്യണം, ഫസ്റ്റിൽ ഒരു സിമുലേഷൻ പ്രൊഫൈൽ ക്രിയേറ്റ് ചെയ്യണം. ഓൾറെഡി ഇവിടെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്, അതൊന്ന് നമുക്ക് ചെക്ക് ചെയ്യാം. ഓക്കെ, അത് AC സ്വീപ്പാണ് അല്ലേ. ഇൻപുട്ടിൻ്റെ ഫ്രീക്വൻസി വേരി ചെയ്യാണ് 10 Hz to 100 kHz വരെ. 10 Hz ഇവിടെ ഉണ്ട്, 100 kHz വരെ 10 സ്റ്റെപ്സിലാണ് വേരി ചെയ്യുന്നത്. ദെൻ നമുക്ക് ഔട്ട്പുട്ട് വോൾട്ടേജ്, നമുക്ക് Y ആക്സിൽ വേണ്ടത് ഔട്ട്പുട്ട് വോൾട്ടേജ് ആണ്. അതുകൊണ്ട് നമുക്ക് ഇവിടെ ഒരു വോൾട്ടേജ് മാർക്കർ ഇവിടെ കൊടുക്കാം. ഇവിടെ അല്ലെങ്കിൽ പ്രോബ് അല്ലെങ്കിൽ വോൾട്ടേജ് മാർക്കർ ഇവിടെ ഉണ്ട്, വോൾട്ടേജ് ലെവൽ മാർക്കർ. അത് നിങ്ങളിവിടെ കണക്ട് ചെയ്യുക. ഓക്കെ, അതിനുശേഷം നമുക്ക് റൺ ചെയ്യാണ് വേണ്ടത്. റൺ ചെയ്യുന്ന സമയത്ത് എന്താണ് വേവ് ഫോം കിട്ടുക നോക്കാം.
ഓക്കെ, റൺ ചെയ്തു. റൺ ചെയ്യുന്ന സമയത്ത് നമുക്കിവിടെ താഴെ ഒരു വോൾട്ടേജ് വേവ് ഫോം വന്നിട്ടുണ്ട്. ഓക്കെ, ഇതാണ് നമ്മുടെ ഗ്രാഫ്. ബാൻഡ് പാസ് ഫിൽറ്ററിൻ്റെ ഗ്രാഫാണ് ഇവിടെ കിട്ടിയിരിക്കുന്നത്. നിങ്ങൾക്ക് കാണാം 10 ഹെർട്സ് തുടങ്ങാൻ. 10 ഹെർട്സ് ഒന്നും ഔട്ട്പുട്ട് വോൾട്ടേജ് ഇല്ല അല്ലേ? ഔട്ട്പുട്ട് വോൾട്ടേജ് 0 വളരെ കുറവാണ്. ഇനിയിപ്പോൾ 30 ഹെർട്സ് ഇങ്ങനെ മെല്ലെ മെല്ലെ കൂടുന്നുണ്ട്. നന്നായിട്ട് കൂടുന്ന എവിടെ വെച്ചിട്ടാണ്? ഒരു 1 കിലോ ഹെർട്സ് ഒക്കെ എത്തുമ്പോഴേക്കും നന്നായിട്ട് കൂടി അല്ലേ? 1K ആണ് നമ്മളെ കട്ട് ഓഫ് അല്ലേ? 1K. പിന്നെ ഇങ്ങനെ വന്നിട്ട് പിന്നെ കുറേ സമയം ഇങ്ങനെ കോൺസ്റ്റൻ്റ് ആണ്, ഗെയിൻ ഉണ്ട്. പിന്നെ എന്താ സംഭവിക്കുന്നത്? വീണ്ടും ഒരു 10 കിലോ ഹെർട്സ് ഒക്കെ എത്തുന്ന സമയത്തേക്ക് വീണ്ടും എന്താ സംഭവിക്കുന്നത്? ഗെയിൻ കുറയാണ്. അപ്പോൾ ഈ ഒരു റെസ്പോൺസ് എന്താണ്? ഒരു ബാൻഡ് പാസ് ഫിൽറ്ററിൻ്റെ റെസ്പോൺസാണ് ഇത്. ഇവിടെയും നമുക്ക് കട്ട് ഓഫ് കണ്ടുപിടിക്കാൻ, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ കട്ട് ഓഫ് ഫ്രീക്വൻസി കണ്ടുപിടിക്കണം. എങ്കിൽ മാത്രമേ ഇതിൻ്റെ ബാൻഡ് വിഡ്ത്ത് കണ്ടുപിടിക്കാൻ പറ്റുള്ളൂ. എയിം എന്ന് പറയുന്നത് ഇതിൻ്റെ ബാൻഡ് വിഡ്ത്തും കൂടെ കണ്ടുപിടിക്കുക എന്നുള്ളതാണ്. ഇതിനെ പറയുക ലോവർ കട്ട് ഓഫ് ഫ്രീക്വൻസി എന്നാണ് പറയുക. ഇതിനെ പറയുക അപ്പർ കട്ട് ഓഫ് ഫ്രീക്വൻസി. അപ്പോൾ ലോവർ കട്ട് ഓഫ് ഫ്രീക്വൻസി, അപ്പർ കട്ട് ഓഫ് ഫ്രീക്വൻസി ഇവിടെ എങ്ങനെ കണ്ടുപിടിക്കുക എന്ന് വെച്ചാൽ, ഇവിടെ ഞാൻ പറഞ്ഞു വോൾട്ടേജാണ് ഇവിടെ ഉള്ളത്. വോൾട്ടേജ് അല്ലേ? ഔട്ട്പുട്ട് വോൾട്ടേജ് ആണ്. അപ്പോൾ ഔട്ട്പുട്ട് വോൾട്ടേജിനെ 0.7 കൊണ്ട് 70.7% ഫോൾ ചെയ്യുന്ന ഒരു പോയിന്റിലാണ് കട്ട് ഓഫ് വരിക, ഗെയിൻ അല്ലെങ്കിൽ വോൾട്ടേജ് എന്നൊക്കെ പറയുന്നത്. അപ്പോൾ 70.7% ഫോൾ ചെയ്യുന്ന പോയിന്റ് കിട്ടണമെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്താൽ മതി? 1നെ 0.7 കൊണ്ട് ഗുണിച്ചാൽ മതി. അതുകൊണ്ടാണ് ഈ 0.7 വരുന്നത് കേട്ടോ. അപ്പോൾ 1നെ 0.7 കൊണ്ട് ഗുണിച്ചാൽ വരിക 0.7 തന്നെ വരിക. അപ്പോൾ ഇവിടെ 0.7 എവിടെയാണ് വരിക നോക്കുക? y-axis ഇത് 0.5 അല്ലേ? ഇത് 0.6 ആയിരിക്കും, ഇത് 0.7. 0.7 ഇങ്ങനെ ഈ ലൈൻ നോക്കുക. ഇങ്ങനെ ഒരു ലൈൻ നമ്മൾ ഗ്രാഫിൽ വരയ്ക്കണം. ഗ്രാഫിൽ വരച്ചിട്ട് ഈ കർവിനെ, ഈ റെസ്പോൺസ് കർവിനെ 2 പോയിന്റിൽ അത് കട്ട് ചെയ്യും. ഒന്നാമത് കട്ട് ചെയ്യുന്ന പോയിന്റ് ആയിരിക്കും, ഒന്നാമത് കട്ട് ചെയ്യുന്ന പോയിന്റ് നേരെ വരുന്ന ഫ്രീക്വൻസിയാണ് ലോവർ കട്ട് ഓഫ് ഫ്രീക്വൻസി. രണ്ടാമത് കട്ട് ചെയ്യുന്ന പോയിന്റ് നേരെ വരുന്ന ഫ്രീക്വൻസിയാണ് അപ്പർ കട്ട് ഓഫ് ഫ്രീക്വൻസി. ഇവിടെ കട്ട് ചെയ്യുന്ന പോയിന്റ് നേരെ നിങ്ങൾ ഇവിടെ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? ഇവിടെ 1 കിലോ ഹെർട്സ് എന്ന് ഇവിടെ കാണാം. 1 കിലോ ഹെർട്സ് നേരിട്ട് ഫ്രീക്വൻസി മാർക്ക് ചെയ്തുകൊണ്ടാണ് 1 കിലോ ഹെർട്സ് വരുന്നത്. ഇവിടെ ഫ്രീക്വൻസി അല്ല, ലോഗ് എഫ് ആണ് ഉണ്ടായിരുന്നെങ്കിൽ ഇതിൻ്റെ ഇവിടെ വരുന്ന വാല്യൂവിൻ്റെ 3 ആണ് ഇവിടെ ഉണ്ടാവുക. ലോഗ് എഫിലാണ് ഇവിടെ മാർക്ക് ചെയ്യുന്നതെങ്കിൽ 3 ആണ് ഉണ്ടാവുക. 3ൻ്റെ ആൻറ്റി ലോഗ് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് 1 കിലോ ഹെർട്സ് കിട്ടും. അതാണ് നമ്മുടെ ലോവർ കട്ട് ഓഫ് ഫ്രീക്വൻസി. ഇനി ഇവിടെ അപ്പർ കട്ട് ഓഫ് ഫ്രീക്വൻസിക്ക് നേരെ ഇവിടെ 10 ആണ് ഇവിടെ കിട്ടിയത്. ഇവിടെ ലോഗായിരുന്നു, ലോഗ് എഫ് ആണ് ഇവിടെ മാർക്ക് ചെയ്തെങ്കിൽ ഇവിടെ ഉണ്ടാവുക 4 ആണ് ഉണ്ടാവുക. 4ൻ്റെ ആൻറ്റി ലോഗ് എടുത്താൽ നമുക്ക് എന്ത് കിട്ടും? 10K കിട്ടും. ഈ ഗ്രാഫിൽ ഇവർ ഡയറക്റ്റ് ആയിട്ട് തന്നെ കിലോ ഹെർട്സിൽ അങ്ങ് മാർക്ക് ചെയ്തേ ഉള്ളൂ. അപ്പോൾ ഇവിടെ 10K ആണ് അപ്പർ കട്ട് ഓഫ് ഫ്രീക്വൻസി, 1K ആണ് ലോവർ കട്ട് ഓഫ് ഫ്രീക്വൻസി. അപ്പോൾ ബാൻഡ് വിഡ്ത്ത് എങ്ങനെ കണ്ടുപിടിക്കാം? FH മൈനസ് FL അല്ലേ? 10K മൈനസ് 1K എന്ന് പറയുമ്പോൾ എത്രയായിരിക്കും? 9 കിലോ ഹെർട്സ് ആയിരിക്കും ഇവിടെ ബാൻഡ് വിഡ്ത്ത് ആയിട്ട് നമുക്ക് കിട്ടുക. അപ്പോൾ ഇതൊക്കെ നമ്മൾ റിസൾട്ടിൽ എഴുതി വെക്കേണ്ടതാണ്. 3 എക്സ്പെരിമെൻ്റ് ആണ് ഇവിടെ ഉള്ളത്. ഒന്നാമത്തെ എക്സ്പെരിമെൻ്റ് എന്താണ്? ലോ പാസ് ഫിൽറ്റർ അല്ലേ? പാസീവ് ലോ പാസ് ഫിൽറ്റർ. ഒന്നാമത്തെ പാസീവ് ഹൈ പാസ് ഫിൽറ്റർ. രണ്ടാമത്തത് പാസീവ് ലോ പാസ് ഫിൽറ്റർ. മൂന്നാമത്തത് പാസീവ് ബാൻഡ് പാസ് ഫിൽറ്റർ അല്ലേ? ഇതിൽ ഒന്നാമത്തതിൻ്റെ ഫിൽറ്ററിൻ്റെ കട്ട് ഓഫ് കണ്ടുപിടിക്കണം, ഹൈ പാസിൻ്റെ കണ്ടുപിടിക്കണം, ലോ പാസിൻ്റെത് കണ്ടുപിടിക്കണം, പിന്നെ ബാൻഡ് പാസിൻ്റെത് ലോവർ കട്ട് ഓഫും അപ്പർ കട്ട് ഓഫും ഉണ്ടാവും, രണ്ടും കണ്ടുപിടിക്കണം. ഇതിൽ ബാൻഡ് വിഡ്ത്തും കൂടെ എഴുതണം. ഇത്രയും കാര്യങ്ങൾ നമ്മൾ റിസൾട്ടിൽ എഴുതി വെക്കണം. ഇത്രയാണ് നമുക്കിതിൽ ചെയ്യാനുള്ളത്. ഓക്കെ, താങ്ക് യു.